Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Anisha. കേക്കിന്റെ മണ്ടയിലോട്ട് വീണ്. കൊടുക്ക് അങ്ങോട്ട് കൊടുക്കരുത് നിങ്ങള്. അങ്ങോട്ട് കൊടുക്ക്. അമ്മച്ചിക്ക് കൊടുക്കുക. അമ്മയ്ക്ക് കൊടുത്ത വീഡിയോ ഇല്ലല്ലോ. അമ്മച്ചി കൊടുക്കാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇല്ല കേക്ക് പ്ലാസ്റ്റിക് ഒന്നും കളഞ്ഞൊക്കെ മുഖത്തൊന്നും തേച്ച് കളയില്ല. തിന്നോണ്ടിരിക്കുകയാണ് ഇവിടെ. കൊച്ചുകളില്ല. ബാബാ എല്ലാരും അങ്ങോട്ട് നിന്റെ ബർത്ത്ഡേക്കാരെ അച്ഛനെ വെച്ച് കൊടുക്കല് കായില്ല. തന്നെ സിനിമ ഏത് ഇനി മറ്റേ ആവേശത്തിന്റെ സീൻ കാണിച്ചു ആവേശത്തെ സിനിമയുടെ സീൻ കണ്ടോ രജീഷന്റെ മോഹൻ മറ്റേ പകർവാസികളെ പാടാൻ പറ്റുന്ന ഈ കേക്കിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാവർക്കും അറിയാം, നമ്മുടെ ചങ്ങനാശ്ശേരി നീതി ചേച്ചി നമുക്ക് അയച്ചു തന്ന കേക്കാണ് കേട്ടോ. അത് ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ കോട്ടയത്തായിപ്പോയി. അപ്പോൾ അപ്പൂസ് പോയി കളക്ട് ചെയ്തു വെച്ചിരുന്നു വീട്ടിൽ. ആ 25-ാം തീയതി രാത്രി ഇവിടെ വന്ന് കഴിയുമ്പോൾ അവൻ പറഞ്ഞ് ചേച്ചി നമുക്ക് കേക്ക് മുറിക്കാം, എന്നിട്ട് ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അവൻ്റെ വൈഫിൻ്റെ ഇവിടെ കാക്കത്തിരുത്തലാണ്, ഒരു പ്രത്യേക പ്രദേശമാണ് കേട്ടോ അത്. ആ സ്ഥലമൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. അത് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ തന്നെ എല്ലാവരും കാണിക്കുന്നതായിരിക്കും. അങ്ങനെ അപ്പൂസിൻ്റെ ഫാമിലിയുടെ വൈഫിൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ കേക്ക് മുറിച്ചു. നല്ല വൈബായിരുന്നു അവിടെ. പക്ഷെ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും സെറ്റ് ചെയ്യണമെന്ന് ഓർത്തായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും വെട്ടമൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ വീട്ടിൽ തന്നെ ചെയ്യേണ്ട വന്നു. എന്നാലും ഒത്തിരി സന്തോഷമായിരുന്നു ചേച്ചി. ഞങ്ങൾ കേക്ക് മുറിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫോട്ടോ ഒക്കെ കേക്കിലിരിക്കുന്ന ഒരു കേക്ക് കാണുന്നത്. അത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. എന്തായാലും രജിഷേട്ടയുടെ ഫോട്ടോയും കൂടെ ഉണ്ടായിരുന്നു അതിൽ. കാരണം 23-ാം തീയതി രജിഷേട്ടയുടെ ബർത്ത്ഡേ ആയിരുന്നുകൊണ്ട് പിള്ളേരുടെയും ചേട്ടായുടെയും ഫോട്ടോ വെച്ചിട്ടുള്ളൊരു കേക്കായിരുന്നു. എന്തായാലും അടിപൊളി കേക്കായിരുന്നു. എറണാകുളത്ത് വന്നതായിരുന്നു.
എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൂസിൻ്റെ വീട്ടിൽ പോകാനും അവരുടെ ആ ഒരു ഫാമിലി ആയിട്ട് നമുക്ക് സ്നേഹബന്ധം പുലർത്താനുള്ള ഒരു ദൈവം സഹായിച്ചു. എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൂടെയാണ് അപ്പൂസിൻ്റെ അമ്മ, വൈഫിൻ്റെ അമ്മ. അപ്പോൾ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് കമൻറ്റ് ഇടാനൊന്നും പറ്റിയില്ലെന്നുള്ള പരാതികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭയങ്കര സന്തോഷമായി, വൈബായിരുന്നു എന്താണിത്. അങ്ങനെ നമ്മൾ കോട്ടയത്ത് തുടങ്ങിയ ഞങ്ങളുടെ നാട്ടിൽ ലുലു മാൾ വന്നേ കോട്ടയത്ത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ലുലു മാൾ കാണാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ഭയങ്കര ഇതായിരുന്നു. സൂരജ് അപ്പോഴത്തേക്കും പറഞ്ഞു, ചേച്ചി നമുക്ക് എന്നാ ലുലുമാൾ കണ്ടിട്ട് പോകാം. അപ്പം എൻ്റെ കണ്ണൻ്റെ മക്കൾ ലുലുമാളൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ പോകണമെന്ന്. അങ്ങനെ ഞാനും ചേട്ടായും പിള്ളേരും അവിടെ നിന്ന് എല്ലാവരും കൂടി ലുലുമാൾ കാണാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കാണാത്ത കുറേ സാധനങ്ങളൊക്കെ ഞാൻ കണ്ടു. ഈ അമ്മക്കാടയോ അങ്ങനെ പറയുന്നൊരു സാധനം കേട്ടോ. നമ്മളിതുണ്ടോ ഇതുണ്ടോ ഈ സാധനം കേട്ടല്ലോ, വായിച്ചല്ലോ. ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അവിടെ തന്നെ സ്ട്രോബെറി ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ മേടിച്ചേക്കാൾ നല്ല ഇച്ചിരി വലിപ്പമുള്ള ഇതായിരുന്നു. അമ്മക്കോട ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അതിന് ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കാണുന്ന കപ്പളങ്ങ അതുകൊണ്ടോ ഒരു പൊണ്ണക്കാട്ടം ഇത് കണ്ടോ, പൊണ്ണക്കാട്ടം കപ്പളങ്ങയായിരുന്നു. അതുപോലെ ഞാൻ തണ്ണിമത്തങ്ങ, ഈ മഞ്ഞ കളർ തണ്ണിമത്തങ്ങ ഞാൻ അത് നേരിട്ട് കാണുമായിരുന്നു. പിന്നെ നമ്മുടെ ഉണ്ടമുളകില്ലേ, ഉണ്ടമുളക് കിടപ്പ് കണ്ടോ. ഞാൻ ആദ്യമായിട്ട് ഈ ദേശീയ പതാക പോലെയായിരുന്നു. മഞ്ഞയും ചുമപ്പും പച്ചയൊക്കെ കൂടി കുറേ മുളക് ഇങ്ങനെ നീണ്ടു കൊടുത്ത് കിടക്കുന്നത്. അങ്ങായിട്ട് പച്ച കളറിലെയും ആ ചുവപ്പ് കളറിലെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ മഞ്ഞ കളറിലെ ഉണ്ടമുളക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ അവിടെ കിടന്നിട്ട് അയ്യോ പൊത്ത വിളിച്ചപ്പോൾ ചേട്ടയൊക്കെ കളിയാക്കി പറിച്ച് കൊണ്ടുപോകുന്നു. പിന്നെ കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്.